നമുക്കിനി കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. അവിടെ നമ്മുടെ മിഥുൻ അയ്യപ്പൻ തയ്യാറാണ്. ആവേശം ആകാശത്തോളം ഉയർന്ന പുതുവത്സരം. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതിയ വർഷത്തെ വരവേറ്റ് കൊച്ചി. ആഘോഷത്തിൽ ആറാടി ലക്ഷക്കണക്കിന് ജനങ്ങൾ. മിഥുൻ, എങ്ങനെയാണ് അവിടുത്തെ പുതുവർഷ ആഘോഷം? മിഥുൻ, ജനം ടി വിക്ക് ഒപ്പമായിരുന്നോ അതോ കുടുംബത്തിനൊപ്പമായിരുന്നോ? ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കഴിഞ്ഞ ദിവസം ജനം ടി വിക്കൊപ്പം തന്നെയായിരുന്നു. നമ്മൾ കൊച്ചിയിലെ എല്ലാ ആഘോഷങ്ങളും അതിമനോഹരമായി തന്നെ കൃത്യം 12 മണി സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഞാൻ കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ഉണ്ടായിരുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു പുതുവത്സരത്തെ വരവേൽക്കുന്ന ചടങ്ങ് തന്നെയായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഒരു തവണയാണ് ഞാൻ ഈ കൊച്ചി കാർണിവലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഈ ഒരു പപ്പഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് കണ്ടിട്ടുള്ളത്. ഞാനിവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നാണ് കാണുന്നത്. ജോലിയുടെ ഭാഗമായി അതിമനോഹരമായിട്ടുള്ള ചടങ്ങ്, ഏറ്റവും ആഘോഷത്തിമിർപ്പിലായ ഓരോ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ മനുഷ്യരും ആഘോഷത്താലും അതുപോലെ തന്നെ സന്തോഷത്താലും ഇങ്ങനെ മതിമറക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ദിവസത്തിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 2026 അത്തരത്തിൽ സന്തോഷത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് നാം എല്ലാവരും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കൊച്ചി ഒരുങ്ങി കഴിഞ്ഞിരുന്നു. ക്രിസ്മസിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ വെള്ളി ഗ്രൗണ്ടും അതുപോലെ തന്നെ വിവിധ ആഘോഷങ്ങളും എല്ലാം തന്നെ കൊച്ചിയെ സംബന്ധിച്ചോളം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊച്ചിയിലേക്ക് ഈ ദിവസങ്ങളെല്ലാം തന്നെ ഒഴുകിയെത്തുകയായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു കൊട്ടിക്കലാശമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളതാണ്. വെള്ളി ഗ്രൗണ്ടിലും അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും ആണ് പ്രധാന ചടങ്ങുകൾ, പ്രധാന പപ്പാഞ്ഞിയെ കത്തിക്കുന്ന പ്രധാന ആഘോഷം നടന്നത്. മറ്റ് പലയിടങ്ങളിലും ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാക്കനാട്, തൃപ്പൂണിത്തറ, തൃക്കാക്കര, പള്ളുരുത്തി, അതുപോലെ തന്നെ നിരവധി ഇടങ്ങൾ അത്തരത്തിൽ പ്രാദേശികമായി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അത് ഏറെ പ്രാദേശികമായ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിന് കൂടുതൽ അവസരം ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും. എല്ലാവരും ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നടിയുന്നതിന് പകരം പലയിടങ്ങളിലായി കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും അത് തിരക്കിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള തിരക്ക് ഈ വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും എല്ലാം തന്നെ ഉണ്ടായി. കൃത്യം 12 മണിക്ക് തന്നെ ആ കൂറ്റൻ പപ്പാഞ്ഞിലേക്ക് തീ പകർന്നു. കൊച്ചി വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിക്ക് ചുറ്റും തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന തൊപ്പിയിൽ നിന്നൊരു മഴ പോലെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയായിരുന്നു തീ എന്ന് പറയുന്നത്. ഈ അഗ്നി തീ അങ്ങനെ ഒഴുകി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ തീ ഈ പപ്പാഞ്ഞിലേക്കെല്ലാം പടരുകയാണ് ചെയ്തത്. പോയ വർഷത്തിൻ്റെ എല്ലാ വ്യതകളുടെയും പോയ വർഷത്തിൻ്റെ എല്ലാ സങ്കടങ്ങളുടെയും ഓർമ്മകളുടെയും പ്രതീകമായിട്ടുള്ള പപ്പാഞ്ഞി അതിങ്ങനെ കത്തി അമർന്നു. അവിടെ ഒരു പ്രാർത്ഥനകൾ മുകളിലേക്ക് ഈശ്വരനിലേക്ക് എത്തുന്നത് പോലെ തന്നെ അതിൻ്റെ ആ ഒരു പുകപടലങ്ങളിങ്ങനെ മുകളിലേക്ക് മാറി. കൊച്ചിക്കാരെല്ലാം തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഈ കാഴ്ച കണ്ടു നിന്നത്. പുതിയൊരു വർഷം ഏറ്റവും മനോഹരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആഘോഷവുമായിരുന്നു ആ നിമിഷം കൊച്ചിയിലെമ്പാടും അലയടിച്ചത്. അങ്ങനെ ഒരുപക്ഷെ നമുക്കറിയാം, കേരളത്തിൽ മറ്റിടങ്ങളിലുള്ള ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ തുടക്കമിട്ടത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പകർത്തിയെടുക്കുകയാണ് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് പകർത്തിയെടുക്കുകയാണ് എല്ലാവരും ചെയ്തത്. പക്ഷേ അത് അതിന്റെ തനിമയോടെ അവതരിപ്പിക്കാറുള്ളത് കൊച്ചിക്കാരാണ് ഏറ്റവും കൂടുതൽ. വിപുലമായ ആഘോഷ പരിപാടികളാണ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്.